ഈ വേദിയെ പ്രണമിച്ചുകൊണ്ട് യജ്ഞാചാര്യ ശ്രീമതി കൃഷ്ണ എസ് നായർ അവർകളെയും നമിച്ചുകൊണ്ട് കോട്ടയ്ക്കകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭഗവാന്റെ അനുഗ്രഹത്തോടെ വളരെ ഐശ്വര്യപൂർണമായി കലാശിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിവിടെ ദീപപ്രജ്വലനം നടത്തി തുടങ്ങിവെച്ചതായി അതിന് ഭാഗ്യം ലഭിച്ച ഞാൻ ഇവിടെ അറിയിക്കുകയാണ് ആദ്യം തന്നെ. ഈ കാഴ്ചയൊക്കെ വളരെ മനോഹരങ്ങളായ മ്യൂസിയം കാഴ്ചകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തി എന്നതിൻ്റെ ആവശ്യകത, അതിൻ്റെ നിറവേറൽ എല്ലാറ്റിലേക്കും ഒരുപാട് ആചാരത്തിന് വിരുദ്ധമായ ചില ആഘോഷങ്ങൾ, അത് കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വാർത്താ ചാനലുകളിൽ വരുന്ന ചർച്ചകളിലൊക്കെ നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ചില ചർച്ചാ അംശങ്ങൾ ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കേണ്ടതാണ്. അതിന് വലിയ കോലാഹലവും വലിയ മഹാന്മാരുടെ ഒന്നും സാന്നിധ്യവും ഒന്നും ആവശ്യമില്ല. നമ്മൾ നല്ലതുപോലെ ചിന്തിക്കണം. വളരെ വലിയ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ആന എന്നത് നമ്മുടെ ക്ഷേത്രാചാര്യത്തിന്റെ ആചാരങ്ങളുടെ ഒരു മുഖമുദ്രയാണ്, ഒരു വലിയ ബിംബമാണ്. ഭഗവാന് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുക, ദേവീദേവന്മാരെ എഴുന്നള്ളിക്കുക, ആറാട്ടിന് പുറപ്പെട്ടു പോയി തിരിച്ചുത്സവം അവസാനിക്കുന്നു എന്ന ഒരു ഘോഷണത്തോടെ തിരിച്ച് നടയിൽ കൊണ്ടുവന്ന് ശ്രീകോവിലിൽ തിരിച്ചാവാഹിച്ചിരുത്തുന്നു. ഈ ആനയുടെ ലഭ്യത എന്ന നിയമത്തിന്റെ നല്ലതോ ചീത്തയായതോ, നല്ല ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ദുഷ്ടലാക്കുകളോ ഒക്കെ കൊണ്ട് വലിയ പരിങ്ങലിലും പരിമിതികളിലേക്കും ഒരുപക്ഷെ നമ്മുടെ മത ആചാര അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പൊന്തിവരുന്നു. ഹിന്ദു ആചാരക്രമങ്ങളെ മുഴുവൻ അടിതെറ്റിച്ച് വീഴ്ത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന അംശമാണ് പലപ്പോഴും നമ്മൾ ചർച്ചകളിൽ കേൾക്കുന്നത്. ഇതൊക്കെയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു ക്ഷേത്രത്തിന്റെ ആചാരക്രമങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പ്രണയാർദ്രമായ മനസ്സോടെ ഇഷ്ടപ്പെടുന്ന ദേവന്മാർ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? ആരുടെയെങ്കിലും ഉറക്കം കെടുത്തുന്നതോ, ആരുടെയെങ്കിലും ഐശ്വര്യത്തിനും ജീവിതത്തിന്റെ സദ്ഗതിക്കും മേൽഗതിക്കുമൊക്കെ തടസ്സമിടുന്നത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് ദേവീദേവന്മാർക്ക് ഇഷ്ടമാണ്. മൃഗങ്ങളോടുള്ള ക്രൗര്യം, ആഘോഷത്തിന്റെ പേരിലുള്ള ക്രൗര്യം, ഇത് നമ്മൾ ഭക്തിയുടെ പേരിൽ ശബ്ദിക്കരുത്. അങ്ങനെയുള്ള കാര്യത്തിൽ എനിക്ക് കുട്ടികളോട് നമ്മൾ വ്യക്തമായി നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്ന് മുതിർന്നവർ മനസ്സിരുത്തി ആഴത്തിൽ പഠിച്ചിരിക്കണം. അത് അച്ചടക്കത്തോടെ അടിച്ചേൽപ്പിക്കുകയല്ല, തലമുറകൾക്ക് കൈമാറി കൊടുക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആചാരത്തിന്റെ പേരിലുള്ള
ഒരു ക്രമത്തിനും ചേരാത്ത തരത്തിലുള്ള വഴിവിട്ട ആഘോഷങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മൃഗങ്ങൾ, അത് ആനയായാലും കുതിരയായാലും അല്ല, ചിലയിടങ്ങളിൽ കുതിരപ്പുറത്താണ് ജീവനുള്ള ചോരയും നീരുമുള്ള മൃഗങ്ങളെ ദ്രോഹിക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗം എങ്ങനെയാകാൻ സാധിക്കും? അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അതെങ്ങനെയാണ് നമ്മുടെ മതാവകാശം, മത ആചാരാവകാശത്തിന് നേരെയുള്ള ഒരു ധ്വംസനമാകുന്നത് എന്നൊക്കെയും നമ്മൾ ആരെയും സഹകരിപ്പിക്കാതെ ഓരോ ഹിന്ദുവും മനസ്സിരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. ഒത്തുകൂടി ഇപ്പോൾ ഈ ക്ഷേത്രം ഒരു ആനപ്പുറത്ത് എഴുന്നള്ളിപ്പുണ്ടെങ്കിൽ എന്താണ് അതിന് കൃത്യമായും പാലിക്കേണ്ടത്? ആ മൃഗത്തിന്റെ ആവശ്യം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ വേനൽ എന്ന് പറയുന്നത് നമ്മൾ മനഃപൂർവ്വം ചോദിച്ചു മേടിച്ചതാണ്, വലിച്ചടിച്ച് കൊണ്ടുവന്നതാണ്, പ്രകൃതിയോട് നമ്മൾ ചെയ്ത ദ്രോഹം വഴി കൊണ്ടുവന്നതാണ്. ആ വേനലാണെന്ന ഉത്സവങ്ങൾക്കെല്ലാം വലിയ വിഘ്നം അല്ലെങ്കിൽ ഈശ്വരഹിതമല്ലാത്ത, നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ദുരന്തങ്ങളിലേക്ക് ഉത്സവ പറമ്പുകളെ വഴിതിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തീർത്തും ഭക്തനാണ്. ഭക്തി മാർഗങ്ങളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുകയും അതിന് സുഗന്ധമുണ്ടാവണം, വർണ്ണാഭമായിരിക്കണം എന്ന് മാത്രം വിചാരിക്കുന്ന ഒരു പൂർണ്ണ ഭക്തൻ തന്നെയാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. പക്ഷേ അവകാശങ്ങളുടെ പേരിൽ യുദ്ധം ചെയ്ത് അറുമാദിക്കുമ്പോൾ മറ്റൊരു അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്ന ആളല്ല. ഒരു ക്ഷേത്ര പരിസരത്ത് നടക്കേണ്ടതായ എന്താഘോഷത്തിന്റെ പേരിലായാലും ശരി തന്നെ നല്ല തനിമയുള്ള ചൊവ്വുള്ള ആഘോഷ മാർഗങ്ങൾ എന്താണ്, അതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും ഒരു നിശ്ചയം വേണ്ടേ? നമുക്കൊരു പക്ഷേ രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ സിനിമാക്കാര് അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകര് അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ചില തിരുത്തൽ നടപടികളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ആക്രി പരിപാടികളാണോ നമുക്ക് ക്ഷേത്ര പരിസരത്തിനകത്ത് നമ്മൾ പണം കൊടുത്ത് ക്ഷണിച്ചു വരുത്തി രസിക്കേണ്ടത്? അതിനൊരു പഴഞ്ചൊല്ലിനോടാണ് എപ്പോഴും നമുക്ക് ചേർത്ത് വയ്ക്കുവാൻ സാധിക്കുക. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്ന് കണ്ട് രസിക്കുക, വന്നില്ലെങ്കിൽ വരുത്തി രസിക്കുക എന്ന് പറയുന്ന അധമത്തിലേക്ക് സമൂഹം വളർന്നിരിക്കും. ഇതെവിടെയാണ് ഇതിന്റെ തിരുത്തൽ വേണ്ടത്? തിരുത്തൽ എവിടെ നിന്ന് തുടങ്ങണം? ഇതൊരു യൂണിറ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സാധാരണ ഒരു വിളക്ക് കൊളുത്തി ഭഗവാനോട് പ്രാർത്ഥിച്ച് ഐശ്വര്യമുണ്ടാവട്ടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു പോകുന്ന ആളാണ് ക്ഷേത്രത്തിൽ നിന്ന്. ഇന്ന് ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന ആനക്കാഴ്ചകൾ, മനസ്സിന് ആന എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമുക്ക് ആനയുടെ തലയെടുപ്പ് വരികയാണ്. അത് തന്നെയാണ് ആനയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ തല മടങ്ങി വീണിപ്പോവുകയാണ്. ആ ആനയ്ക്ക് ഈ വേനൽ താങ്ങാൻ സാധിക്കുന്നില്ല. ആനയ്ക്ക് ചൂടേറ്റു തുടങ്ങി 3-4 മണിക്കൂർ കഴിഞ്ഞാണ് അതിൻ്റെ ഉള്ള് പൊള്ളുന്നത്. അപ്പോൾ ആ ആന അക്രമാസക്തനാവും, അക്രമാസക്തയാവും. അതും ചോരയും നീരുമുള്ള നമ്മളെപ്പോലെ വികാരങ്ങളുള്ള ഒരു ജീവി തന്നെയാണ്. അപ്പം ഇതിലൊക്കെ സമഗ്രമായ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. ആനയെ തണുപ്പിച്ചു നിർത്തണം. ആന സഞ്ചരിക്കുന്ന വഴി തണുത്തതായിരിക്കണം. ഇല്ലെങ്കിൽ അത് തണുപ്പിച്ചിടാൻ നമുക്ക് മാർഗങ്ങളുണ്ട്. ഇതൊന്നും ഒരു ഉത്സവ കമ്മിറ്റിയും ചെയ്ത് കാണുന്നില്ല. അത് ആഘോഷത്തിന്റെ പേരിൽ ഇറങ്ങി പുറപ്പെടുന്നവരോടെല്ലാം ഒരു വൈരാഗ്യ ബുദ്ധി തോന്നുന്ന പെരുമാറ്റമായി തീരും. ഞാൻ എന്തുകൊണ്ടിത് ഒരു പ്രസംഗത്തിന്റെ ശൈലിയിലല്ല, അതുകൊണ്ടാണ് ഞാൻ നിൽക്കാത്തത്. ഭഗവാന്റെ